കേരളം ജൂൺ 4 വേണ്ടി കാത്തിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടം തകൃതിയായി നടക്കുകയാണ്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദില്ലിയിലെയും ഹരിയാനയിലെയും എല്ലാ സീറ്റുകളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 889 സ്ഥാനാർത്ഥികളാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഈ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പോടുകൂടി 486 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയാകുക. മെഹബൂബ മുഫ്തി, മനോഹർ ലാൽ ഖട്ടാർ, അഭിജിത് ഗംഗോപാധ്യായ, കനയ്യകുമാർ എന്നിവരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. നേരത്തെ മാറ്റിവെച്ച അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലും ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദില്ലിയിലെ 7 സീറ്റിലും ഹരിയാനയിലെ 10 സീറ്റിലും NDAയും ഇന്ത്യ സഖ്യവും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുക. കെജ്രിവാളിന്റെ ജയിൽ മോചനവും മദ്യനയ കേസും സ്വാതി മലിവാൾ വിഷയവും വലിയ ചർച്ചയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. 2014ലും 2019ലും രാജ്യ തലസ്ഥാനത്തെ 7 സീറ്റുകളും തൂത്തുവാരിയ BJP ഇത്തവണയും വമ്പൻ വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് അവകാശപ്പെടുന്നത്. BJP 7 സീറ്റുകളും തൂത്തുവാരിയ ദേശീയ ഡൽഹിയിൽ തന്നെയാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നതും. ഇത്തവണയും BJP ഇവിടെ 7 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസും AAPയും ആദ്യമായി ഒന്നിച്ചു മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നാണ് വിലയിരുത്തലുകൾ ഉള്ളത്. എന്നാൽ 2 മാസം നീണ്ട പ്രചാരണത്തിലൂടെ എല്ലാം മറികടന്നെന്നാണ് BJP സ്ഥാനാർത്ഥികൾ പറയുന്നത്. മറുവശത്ത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി 4 സീറ്റുകളിലും കോൺഗ്രസ് 3 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. 400+ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് NDAക്ക് ഈ ഘട്ടം നിർണായകമായിരിക്കും. 2019 ഹിന്ദി ഹൃദയഭൂമിയിലെയും കിഴക്കൻ മേഖലയിലെയും 58 മണ്ഡലങ്ങളിൽ 40ലും BJP ഒറ്റയ്ക്ക് വിജയിച്ചു. NDA സഖ്യകക്ഷികൾ 5 സീറ്റുകൾ കൂടിയാണ് നേടിയത്. തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, സമാജ്വാദി പാർട്ടി എന്നീ പ്രതിപക്ഷ പാർട്ടികൾ 5 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 1 സീറ്റ് പോലും അന്ന് നേടാനായില്ല. BJPയുടെ സംബൽപൂരിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കർണാലിൽ നിന്നുള്ള മനോഹർ ലാൽ ഖട്ടർ, പുരിയിൽ നിന്നുള്ള സംബിത് പത്ര, സുൽത്താൻപൂരിൽ നിന്ന് മേനക ഗാന്ധി എന്നിവരെ കൂടാതെ അന്തരിച്ച കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബൻസുരി സ്വരാജ്, മനോജ് തിവാരി, നവീൻ ജിൻഡാൽ എന്നിവരും ഇന്നാണ് ജനവിധി തേടുന്നത്. അനന്ത്നാഗിൽ നിന്നുള്ള ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി, ഗുഡ്ഗാവിൽ നിന്നുള്ള നടനും രാഷ്ട്രീയക്കാരനുമായ രാജ് ബബ്ബർ, റോഹ്തക്കിൽ നിന്നുള്ള ദീപേന്ദർ സിംഗ് ഹൂഡ, നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള JNU വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് കനയ്യകുമാർ എന്നിവരാണ് പ്രതിപക്ഷ ബ്ലോക്കിലുള്ളത്. അവസാന ഘട്ടത്തിൽ ജൂൺ 1 8 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 57 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിന്റെ ഭാഗമാകുന്ന എല്ലാ വോട്ടർമാർക്കും തങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ജനാധിപത്യ പ്രക്രിയയിലെ തങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചത്. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുക. ജനാധിപത്യം മുന്നോട്ട് കുതിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾ അതിസജീവമായി ഇടപെടുമ്പോഴാണ്. സ്ത്രീ വോട്ടർമാരോടും യുവാക്കളോടും വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണി വരെയാണ് നീളുക.